തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകാണ് കോടതിയെ സമീപിച്ചത്. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് നിയമം അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. അശോകിന്റെ പരാതിയെക്കുറിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപനങ്ങൾ നിയമപ്രകാരം നിയമിതനായ കെ ജയകുമാറിനെ നിയമത്തിലെ 7(3) വകുപ്പ് പ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ഹർജിയിലൂടെ ബി അശോക് ഉന്നയിക്കുന്ന ആവശ്യം. പ്രസ്തുത വകുപ്പനുസരിച്ച് സർക്കാർ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ട്. നിലവിൽ ING ഡയറക്ടറായ കെ ജയകുമാർ ആ ചുമതല വിടാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജിയോട് പ്രതികരിച്ച കെ ജയകുമാർ IMG ഡയറക്ടർ പദവി വഹിക്കുന്ന വിവരം സ്ഥിരീകരിച്ചു. അവിടെ IMGയിൽ ഞാൻ തുടരുന്നുള്ള ശരിയാണ്. രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങുന്നില്ല, എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല. ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ. അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർക്കാർ നിയമനത്തിനെതിരെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോക് ഹർജി നൽകിയതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. ജയകുമാറിനെ പോലൊരാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി എന്ന് പറയുമ്പോൾ നല്ല പൊതു സ്വീകാര്യതയാണ് ഉണ്ടായത്. ബി അശോകിന്റെ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചു. ജനുവരി 15-ന് ഹാജരാകണമെന്നാണ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.